നമ്മളെ ട്രിപ്പ് ഇത്ര മികച്ച രീതിയിൽ ആൾക്കാരെ ആകർഷിക്കുന്നു. കാരണം KSRTC എന്ന് പറയുമ്പോൾ പലപ്പോഴും പഴയ ബസ്സുകളും സൗകര്യങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ബുക്കിംഗ് ഒക്കെ എങ്ങനെ വരും എന്നുള്ളത് നമ്മളും വലിയൊരു ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം, അതുപോലെ സൗകര്യങ്ങൾ, പിന്നെ സർക്കാരിൻ്റെ എന്നുള്ള ഒരു ബ്രാൻഡിങ്, ആ ഒരു സുരക്ഷിതത്വം, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആൾക്കാർ നമ്മളെ തേടിയെത്തുന്നുള്ള ഒരു കണ്ടെത്തൽ നിന്നാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് KSRTCയുടെ ഉല്ലാസയാത്ര. പോയിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോൾ പോകാത്തവർക്ക് പോകാനായിട്ട് KSRTC ഉല്ലാസയാത്ര ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ഈ ഒരു ഉല്ലാസയാത്ര KSRTC പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഓടിക്കൊണ്ടുണ്ട്. എല്ലാ യാത്രയും വളരെ വിജയകരമായ യാത്രയാണ്. അപ്പോൾ നമുക്ക് നോക്കാം KSRTCയുടെ യാത്രയിലെങ്ങനെ. KSRTC ഉല്ലാസയാത്ര എന്നത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറഞ്ഞ ചെലവിലുള്ള വിനോദയാത്ര പദ്ധതിയാണ്. ഇനി ഈ ഉല്ലാസയാത്ര എന്തുകൊണ്ടാണ് എന്താണ് ഈ ഉല്ലാസയാത്ര എന്ന് നോക്കാം. മലയാളികൾ ആനവണ്ടി എന്നും സ്നേഹത്തോടെ വിളിക്കുന്ന KSRTC സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഏകദിന, ദ്വിദിന, ബഹുദിന യാത്രകളാണ് നടത്തുന്നത്. അതാണ് ഈ ഉല്ലാസയാത്ര. ഉല്ലാസയാത്ര രണ്ട് തരമുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, യാത്രാക്കൂലി മാത്രം ഈടാക്കുന്ന പാക്കേജുകളായ ഉല്ലാസയാത്ര. മറ്റൊന്നാണെങ്കിൽ ഭക്ഷണം, താമസം, ജീപ്പ് സഫാരി, അതുപോലെ തന്നെ എന്നിവ ഉൾപ്പെടുന്ന പാക്കേജുകളും ഉണ്ട്. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു യാത്രയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ടൂർ ഓപ്പറേറ്റർമാരെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്ക്, ഒപ്പം സുരക്ഷിതത്വം. KSRTC ബസ്സും പരിചയസമ്പന്നരായ കണ്ടക്ടർമാർ. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ വൈവിധ്യമാർന്ന കുന്നുകൾ, വെള്ളച്ചാട്ടം, വന്യജീവി സങ്കേതം, ഹൗസ് ബോട്ട്, കപ്പൽ യാത്ര എന്നിവയും ഈ ഒരു ടൂർ പാക്കേജിൽ ഉൾപ്പെടുന്നു. ഇനി എന്തുകൊണ്ട് എല്ലാവർക്കും ഈ യാത്ര അനുയോജ്യമാണെന്ന് നോക്കാം. കുടുംബങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ പ്രശസ്തമായ ചില യാത്രകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മംഗളാദേവി ദർശനം, ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ, ഗവി, സൈലന്റ് വാലി, ആലപ്പുഴ ഹൗസ് ബോട്ട്, മൂന്നാർ, വട്ടവട, കന്യാകുമാരി, കൂടാതെ നെല്ലിയാമ്പതി, വാഗമൺ, മലക്കപ്പാറ, രാമക്കൽമേട്, നെഫർട്ടിറ്റി, കപ്പൽ യാത്ര തുടങ്ങിയവയും ഇതിനോടൊപ്പം ഉണ്ട്. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. ഇത് എങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം. ഓരോ ഡിപ്പോയിലും പ്രത്യേക ബജറ്റ് ടൂറിസം സെല്ലുണ്ട്. ബുക്കിംഗ് സാധാരണയായി ഫോണിലൂടെയോ നേരിട്ടോ ഡിപ്പോയിൽ പോയോ നടത്താം. പേര്, വയസ്സ്, ആധാർ നമ്പർ എന്നിവ ആവശ്യമാണ്. ബുക്ക് ചെയ്യേണ്ട നമ്പർ വീഡിയോടൊപ്പം ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ഉല്ലാസയാത്ര തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം. ബജറ്റിൽ ഒതുങ്ങുന്ന യാത്ര. ഒന്ന്, കുടുംബത്തോടൊപ്പം ആസ്വദിക്കാം. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് റൂട്ട് തയ്യാറാക്കുന്നതിൽ സമയം ലാഭിക്കാം. ഇനി KSRTCയുടെ വിശ്വസ്തതയും സുരക്ഷിതത്വവും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാകാനുള്ള ഒരവസരവും. ആനവണ്ടി ഉല്ലാസയാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കാസർഗോഡ് കോർഡിനേറ്റർ തൻസീർ KR, രജീഷ് K എന്നിവർ കണ്ണൂർ മൗണ്ടിനോട് സംസാരിക്കും. കണ്ണൂരിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിറ്റായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർ, മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇന്ന് കണ്ണൂർ മൗണ്ടിനോടൊപ്പം ഉണ്ട്. ഈ ടൂറിസം സെല്ലിൻ്റെ പൊതുവിലുള്ള പ്രവർത്തനം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്, എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ സമയത്ത്, ഇതൊക്കെ അവർ വളരെ വിശദമായി പറയും. സർ, ഇപ്പം കേരളത്തിലെ ടൂറിസം, അതായത് ബജറ്റ് ടൂറിസം സെൽ KSRTCയുടേത് ഏറ്റവും നല്ല യൂണിറ്റായിട്ട് കണ്ണൂരാണ്. ഇത് എങ്ങനെയാണ് വിജയിപ്പിച്ചെടുക്കുന്നത്? നമസ്കാരം. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നമ്മുടെ സഹപ്രവർത്തകർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. കണ്ണൂർ യൂണിറ്റ് ഇത്ര മികച്ച രീതിയിൽ ഇത്ര മികച്ച നേട്ടം കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് നമ്മുടെ യാത്രക്കാരുടെ കൂടെ അവരുടെ ഒരാളായി തീരുന്ന നമ്മുടെ ഗൈഡുമാരുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാർ വീണ്ടും നമ്മളെ ട്രിപ്പിലേക്ക് ആകർഷിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നാം സ്ഥാനം എത്തുന്നതിൽ നിർണായക പങ്ക് നമ്മുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ, നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടപെടലാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ വൺ ഡേ ടൂറ്, അതുകൂടാതെ 4, 5, 6 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ടൂറുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടോ? 3 വർഷം മുന്നേ നമ്മൾ ആദ്യമായിട്ട് യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയത് ഏകദിന ട്രിപ്പുകളായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ 2022 ഫെബ്രുവരിയിലായിരുന്നു
അന്ന് ആദ്യത്തെ യാത്ര വയനാട്ടിലേക്കായിരുന്നു. അതിനുശേഷം നമ്മൾ വയനാട്ടിലേക്ക് തന്നെ കൂടുതൽ ട്രിപ്പുകൾ ചെയ്തു. യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ പിന്നീട് 2 ഡേ ട്രിപ്പായിട്ട് മൂന്നാറിലേക്ക് ആദ്യ യാത്ര സംഘടിപ്പിച്ചു. അതിനെ തുടർന്ന് ഈ ട്രിപ്പിൻ്റെ ഒരു ഹൈക്കായിരുന്നു ഉണ്ടായത്. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നമ്മൾ ഒരുപാട് 2 ഡേ ട്രിപ്പുകൾ വാഗമൺ, ഗവി, നെല്ലിയാമ്പതി, മലക്കപ്പാറ, അങ്ങനെ നിരവധി ട്രിപ്പുകൾ. ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഇൻഡർസ്റ്റേറ്റ് ഗോവ പാക്കേജും കൂടി ആരംഭിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ഏത് ട്രിപ്പ് നമ്മൾ അനൗൺസ് ചെയ്യേണ്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അത് ബുക്ക് ചെയ്യാൻ പൂർത്തീകരിക്കാൻ വേണ്ടി നിമിഷ നേരങ്ങൾ മാത്രമേ വേണ്ടി വന്നു. അപ്പോൾ അവസാനമായിട്ട് ഗോവ നമ്മൾ കഴിഞ്ഞ മാസം 4 ഗോവൻ പാക്കേജ് ബുക്ക് ചെയ്തു. അത് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് പൂർത്തിയായി. നമ്മൾ ബുക്കിംഗ് കംപ്ലീറ്റ് ആവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക്. ഇപ്പോൾ നമ്മൾ കൊല്ലൂർ, അതുപോലെ തന്നെ ഗുരുവായൂർ, പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം, അതൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ മൺസൂൺ കാലത്ത് നമ്മൾ സാധാരണ മറ്റു ടൂർ കമ്പനികളെ അപേക്ഷിച്ച് KSRTCയുടെ പ്രത്യേകത നിരന്തര യാത്രകളാണ്. സാധാരണ ഞാൻ പ്രൈവറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് കമ്പനികൾ മൺസൂൺ കാലഘട്ടത്തെ ഓഫ് സീസണായിട്ടാണ് പരിഗണിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഫ് സീസൺ എന്നുള്ള ഒരു സങ്കല്പമേ ഇല്ല. നമ്മൾ മഴക്കാലത്ത് തീർത്ഥാടന യാത്രകൾ, മൺസൂൺ പാക്കേജുകൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ 3 കൊല്ലം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2026 മൺസൂണ് നമുക്ക് നല്ലൊരു നേട്ടം കൈവരിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കപ്പൽ യാത്രകൾ, അതേപോലെ ഫ്ലൈറ്റ്, അത് ശ്രീനഗർ അല്ല കാശ്മീർ ഭാഗത്തേക്ക് പുതുതായിട്ട് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? അത് നമ്മുടെ ചീഫ് ഓഫീസിൽ നിന്നുള്ള ഒരു നിർദ്ദേശം അനുസരിച്ച് ഇപ്പം അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലാണുള്ള വിശദമായ വിവരണങ്ങൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർ പുറപ്പെടുവിക്കുന്ന അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു സങ്കല്പം ഉണ്ട്. നമ്മൾ ഈ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും KSRTC ടൂർ പാക്കേജുകൾ KSRTC അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും ബസ്സിലല്ല, KSRTC ആനവണ്ടി ടൂർ കമ്പനി എന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ടൂർ പാക്കേജ് ഇൻഡസ്ട്രിയിൽ ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിങ് വെച്ചുകൊണ്ട് നമ്മൾ നാഷണലും ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുതിയ ഗവൺമെൻറ് അതിനെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. നമ്മളും വളരെ പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ പുതുതായിട്ട് വൻ പാക്കേജുകൾ നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ ബസ്സുകൾ ടൂർ പാക്കേജിന് അനുവദിക്കുന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ബസ്സുകളും അതുപോലെ IRCTC ആയിട്ട് ടൈപ്പായിട്ടും അതുപോലെ വിമാന കമ്പനികളുമായിട്ട് ടൈപ്പായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പുകളും ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ സാധാരണ നമ്മൾ ടൂർ പോകുമ്പോൾ KSRTC എന്നല്ല, ഈ പ്രൈവറ്റ് മേഖലയെ അപേക്ഷിച്ച് KSRTC സുരക്ഷിതത്വം കൂടുതലാണ്. അതുകൂടാതെ അവർക്കുള്ള താമസ സൗകര്യം, അതുകൂടാതെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയുടെ ഭക്ഷണം, ഇതൊക്കെ എല്ലാം വളരെ കൃത്യതയോടെ അറേഞ്ച്മെൻറ്റ്സ് ആണോ? സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മൾ ട്രിപ്പ് ഇത്ര മികച്ച രീതിയിൽ ആൾക്കാരെ ആകർഷിക്കുന്നു. കാരണം KSRTC എന്ന് പറയുമ്പോൾ പലപ്പോഴും പഴയ ബസ്സുകളും സൗകര്യങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ബുക്കിംഗ് ഒക്കെ എങ്ങനെ വരും എന്നുള്ളത് നമ്മളും വലിയൊരു ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം, അതുപോലെ സൗകര്യങ്ങൾ, പിന്നെ സർക്കാരിൻ്റെ എന്നുള്ള ഒരു ബ്രാൻഡിങ്, ആ ഒരു സുരക്ഷിതത്വം, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആൾക്കാർ നമ്മളെ തേടിയെത്തുന്നുള്ള ഒരു കണ്ടെത്തലിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹൈജീനിക്ക്, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതുപോലെ താമസമാണെങ്കിൽ പോലും നമ്മൾ ക്വാളിറ്റി വലിയ സ്റ്റാർ ഹോട്ടലൊന്നും അല്ലെങ്കിലും പക്ഷെ ചെയ്യുന്ന ഹോട്ടൽസ് ഒരു സ്റ്റാൻഡേർഡ് ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണ റെസ്റ്റോറൻറ്റും അതേ കാറ്റഗറി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിനപ്പുറം ആൾക്കാർക്ക് എല്ലാവർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ വളരെ ഹൈജീനിക് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഭക്ഷണം ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഫീസിബിൾ റേറ്റ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ക്രൂവിന് നമ്മൾ പ്രത്യേകം ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനൊരു പാനൽ തയ്യാറാക്കി അവരെ മാത്രമാണ് ട്രിപ്പിന് വിടുന്നത്. അങ്ങനെ സുരക്ഷിതത്വം, ഇപ്പം പലപ്പോഴും സ്ത്രീകൾ മാത്രമായി കൂട്ടം ചേർന്ന് നമ്മൾ യാത്രയിൽ പങ്കെടുക്കാറുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു ട്രിപ്പ് ഇത്രയും വിജയകരമാകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സുരക്ഷിതത്വം, സർക്കാരിൻ്റെ ഗ്യാരണ്ടി, അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ്.
അതോടൊപ്പം ഈ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു പാനലാണ് അത് സെലക്ട് ചെയ്ത് ചീഫ് ഓഫീസിൽ നിന്നുള്ള അവർ സെലക്ട് ചെയ്യുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രിപ്പിനെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്, ആൾക്കാർ കൂടുതൽ വരുന്നതിന്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിക്കോട്ടെ മറ്റു സുരക്ഷിതത്തിലായിക്കോട്ടെ KSRTC ബജറ്റ് ടൂറിസം സെൽ 100% വിജയമാണെന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. 100% KSRTC ഒരുപാട് അതിജീവനത്തിന് വേണ്ടി നമ്മുടെ മുൻ MD ബിജു പ്രഭാകർ സാറ്, അതിനെ തുടർച്ചയായിട്ട് ഇപ്പോൾ പ്രമോദ് ശങ്കർ സാറ്, അപ്പോൾ അവരൊക്കെ ഒരു വലിയൊരു വിഷൻ എന്താണെന്ന് വെച്ചാൽ അതിജീവനത്തിന് വേണ്ടി നമ്മൾ പല മേഖലകളും, അപ്പോൾ അതിലേറ്റവും മികച്ച രീതിയിൽ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയാണ്. അപ്പം അത് ആ മികച്ച രീതിയിൽ തന്നെ തുടരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി, എത്രയോ 4 ഇരട്ടിയോളം വരുമാനം ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എൻ്റെ ഒരു വിഷൻ, എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പണം നേടുന്നതിനപ്പുറത്ത് KSRTCക്ക് ജനങ്ങൾക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ പണിയെടുക്കാത്തവരാണ്, അവർ ഒന്നും ചെയ്യാത്തവരാണെന്നുള്ളത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റ് ശരിക്കും മാറിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് KSRTCയോട് സ്നേഹവും അടുപ്പവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബഡ്ജറ്റ് ടൂറിസം പദ്ധതി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും KSRTCയുടെ ഈ ഉദ്യമം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവരെയും KSRTCയുടെ ഏതെങ്കിലും ഒരു യാത്രയിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം യാത്രയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇത് KSRTCയുടെ ടൂറിസം സെല്ലിന് വേണ്ടി ഓടുന്ന വണ്ടി. ഇത്രയും കംഫർട്ടായിട്ടുള്ളൊരു ശരിക്കും ഒരു ടൂറിസ്റ്റ് വെഹിക്കിളിന് തുല്യം തന്നെയാണ് ഇതിൻ്റെ അകം മുഴുവനും. കാരണം എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും, മുഴുവൻ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു സെറ്റപ്പാണ് KSRTC ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്നു. ഇന്ന് ഈ ബസ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് 4 ദിവസത്തെ ടൂറിന് പുറപ്പെടുകയാണ്. അടുത്ത ഞായറാഴ്ച ഈ ബസ് തിരിച്ചിവിടെ എത്തും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെന്റ്സ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാം.